നമസ്കാരം. ആദ്യം അധികാരത്തിൽ കയറിയത് കേരളത്തിലെ ബാറുകൾ പൂട്ടുകയും സ്കൂളുകൾ തുറക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണങ്ങൾ LDF രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി എന്നത് മറ്റൊരു കാര്യം. അങ്ങനെയാണ് കേരളത്തിന്റെ സർവ്വ സൗഭാഗ്യമായ പിണറായി വിജയൻ സാർ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത്. പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി സെക്രട്ടേറിയറ്റിലേക്ക് ഔദ്യോഗിക വാഹനമായ 1-ാം നമ്പർ ഇന്നോവയിലിരുന്ന് വരുന്നതും ആ വാഹനം ട്രാഫിക് സിഗ്നലിൽ മറ്റുള്ള വാഹനങ്ങളോടൊപ്പം നിർത്തിയിട്ട് ഊഴം കാത്തു കിടക്കുന്നതുമായ ഒരു ചിത്രം അന്നത്തെ മലയാള മനോരമ പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. ആ ഇന്നോവയുടെ സൈഡ് സീറ്റിൽ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് പോകുന്ന 1-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പകപ്പോടെ പിണറായി വിജയൻ സാർ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ആ ചിത്രം നന്നായി ഇപ്പോഴും ഓർമ്മയുണ്ട്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ സാർ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സാറിനോട് ഉള്ളിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ ബസ്സിൽ 1-ാം ക്ലാസ്സിലെ പയ്യനിരിക്കുന്നത് പോലെ നിഷ്കുവായി ട്രാഫിക് സിഗ്നലിൽ ഊഴം കാത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സ് പറഞ്ഞു, ഇനി ഈ മനുഷ്യൻ നന്നാകും. കാരണം അധികാരത്തിന് വേണ്ടിയാണല്ലോ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും കാലുമാറ്റവും ഒക്കെ നടത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പദം വരെ എത്തി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒന്നും ആകാനുള്ള യോഗ്യതയില്ലെന്ന് പുള്ളിക്ക് തന്നെ അറിയാമായിരിക്കണം. അതോ ഇനി അങ്ങനെ വല്ല പ്രതീക്ഷയും ഉണ്ടായിരുന്നു? എന്തായാലും ഇനി ഈ മനുഷ്യനിൽ നിന്ന് വളരെയേറെ പ്രതീക്ഷിക്കാം. എവിടെ പിന്നീട് നടന്നതും നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ. ഇത്രയും ആമുഖമായി പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഒരു പൗരന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നത് ഒരു ഭരണകൂടത്തിന്റെ കടമയാണ്. ആലംബഹീനരെയും ദുർബലരെയും ചേർത്ത് നിർത്തുന്നവരായിരിക്കണം ഭരണാധികാരികൾ. ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും EK നായനാരുമൊക്കെ അങ്ങനെയുള്ളവരായിരുന്നു. ഇവിടെയാണ് പിണറായി വിജയൻ സാർ വ്യത്യസ്തനാകുന്നത്. അതേക്കുറിച്ചാണ് പറയാനുള്ളത്. ചലനശേഷിയില്ലാത്തവരും മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവരുമായ കിടപ്പു രോഗികൾക്കുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിലായിരിക്കുകയാണ്. പദ്ധതിയിൽ വിവേചനമുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിരിക്കുന്നു. 2018 മാർച്ചിന് ശേഷം അപേക്ഷ നൽകിയവർക്ക് ധനസഹായം നൽകാനുള്ള ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ ന്യായീകരണം. നോക്കൂ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർക്കും ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവർക്കുമുള്ളതാണ് ആശ്വാസ കിരണം പദ്ധതി. ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് ഈ പദ്ധതിയിലൂടെ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നതാണ് കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വെറും 600 രൂപയാണ് ഈ പദ്ധതിയിലൂടെ ഇവർക്ക് കിട്ടുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് 2018 ശേഷമുള്ളവരുടെ അപേക്ഷ പരിഗണിക്കാത്തതെന്നാണ് അധികൃതരുടെ വാദം. 600 രൂപയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലും 2 വർഷം കുടിശ്ശികയായിരുന്നു. 2 മാസമല്ല, 2 വർഷം. 2017 മുതൽ ഓരോ വർഷവും എത്ര പേർക്ക് ആശ്വാസകിരണം പദ്ധതിയിലൂടെ സഹായം കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി നോക്കണം, ഇതൊരു സർക്കാരാണോ അതോ വല്ല കറക്കു കമ്പനിയുമാണോ എന്ന്. 2017-18 സാമ്പത്തിക വർഷത്തിൽ 1,02,952 പേർക്ക് ആശ്വാസകിരണത്തിലൂടെ സഹായം ലഭിച്ചു. 2018-19 1,20,301 പേർക്കും 2019-2020 1,13,717 പേർക്കും 2020-21 1,14,188 പേർക്കും 2021-22 96,086 പേർക്കും 2022-23 38,104 പേർക്കും 2023-24 19,229 പേർക്കുമാണ് ആശ്വാസകിരണം പദ്ധതിയിലൂടെ സഹായം നൽകിയത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. 2-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് സംസ്ഥാന സർക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായതെന്നും ഇത്തരം പദ്ധതികൾക്കും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷനുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും മുടക്കം വന്നതെന്നും. UDF സർക്കാരിൻ്റെ കാലത്തുള്ള നീക്കിയിരിപ്പ് കൊണ്ടും പിന്നെ കടം വാങ്ങിയുമാണ് 1-ാം പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. 2-ാം തവണയായപ്പോഴേക്കും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി. കടമെടുക്കാൻ വഴിയില്ലാതെ വരികയും ചെയ്തു. അതിൻ്റെ പ്രതികരണമാണ് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടെ കണ്ടുവരുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തിൽ 1,02,952 രോഗികൾക്ക് സഹായം നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴത് വെറും 19,229 കുറഞ്ഞു. ഗുണഭോക്താക്കളുടെ എണ്ണം 5-1 കുറഞ്ഞിട്ടും 2018 മാർച്ചിന് ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി. പക്ഷേ അത് ഫലം കണ്ടില്ല. 2018 അപേക്ഷ നൽകി സഹായം കിട്ടിയവർ ഓരോ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് വ്യവസ്ഥ. ഇതനുസരിച്ചാണ് സഹായം തുടരുന്നത്. അർഹതയുള്ള എല്ലാവർക്കും ധനസഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും നിലവിൽ പദ്ധതി വിഹിതമില്ലെന്നുമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സാമൂഹിക സുരക്ഷാ മിഷൻ നൽകിയിരിക്കുന്ന മറുപടി. ഇക്കഴിഞ്ഞ 8-9 കൊല്ലം കൊണ്ട് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളിൽ ഒന്ന് മാത്രമാണിത്.
കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങി. സർക്കാരിൽ നിന്നുള്ള സേവനങ്ങളുടെ നിരക്ക് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. പിഴകളും നികുതികളും വർദ്ധിപ്പിച്ചു. മദ്യത്തിനും അവശ്യ സാധനങ്ങൾക്കും അടിക്കടി വില കൂട്ടി. ഇനി അടിവസ്ത്രം ധരിക്കുന്നവർക്ക് ആഡംബര നികുതി ഈടാക്കണം. അതുമാത്രമേ ബാക്കിയുള്ളൂ. ഇക്കണക്കിന് പോയാൽ അതിനും അധികം കാലതാമസമുണ്ടാകില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.